ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും ദൈവവചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 31 മുതൽ 33 വരെ. ഇന്നത്തെ കുറിവാക്യം 2 ദിനവൃത്താന്തം 34 അധ്യായം 1 വാക്യം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. യഹൂദ രാജാവായ ആമോൻ്റെയും രാജ്ഞി യെദീദായുടെയും മകനായിരുന്നു യോശിയാവ്. ദൈവം സൗഖ്യമാക്കി എന്നതാണ് യോശിയാവ് എന്ന പേരിനർത്ഥം. ബാലനായിരുന്നപ്പോൾ, അതായത് 8-ാമത്തെ വയസ്സിൽ രാജാവായ വ്യക്തിയായിരുന്നു യോശിയാവ്. 1 രാജാക്കന്മാർ 13 അധ്യായം 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ പ്രകാരം യോശിയാവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ യോശിയാവ് എപ്രകാരമായി തീരും എന്ന് യഹോവ അരുളി ചെയ്തിരുന്നു. ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഈ പ്രഭാതത്തിൽ യോശിയാവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും എപ്രകാരമായിരുന്നു എന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവഹിതപ്രകാരം ജീവിച്ച വ്യക്തിയായിരുന്നു യോശിയാവ്. 31 സംവത്സരം യെരുശലേമിൽ അനുഗ്രഹീതമായ ഭരണം കാഴ്ചവെക്കുവാൻ യോശിയാവിന് സാധിച്ചു. അതിന് കാരണവുമുണ്ട്. അത് 2 ദിനവൃത്താന്തം 34 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. അവൻ്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ, അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ളവരെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അങ്ങനെ ഭാഗ്യവാൻ എന്ന പേരിന് യോശിയാവ് അർഹനായിട്ട് തീരുന്നു. രണ്ടാമതായിട്ട്, ന്യായപ്രമാണം അനുസരിക്കുവാൻ രാജ്യത്തോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കിടെ കിട്ടിയ ന്യായപ്രമാണ പുസ്തകം രാജാവായ യോശിയാവ് വായിച്ച് കേൾക്കുന്നു. അങ്ങനെ ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി എന്നാണ് പറയുന്നത്. തുടർന്ന് 2 ദിനവൃത്താന്തം 34 അധ്യായത്തിൻ്റെ 31 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ചു നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ബാലിനും അശേരായ്ക്കും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളെല്ലാം തുടർന്ന് അദ്ദേഹം അഗ്നിക്ക് ഇരയാക്കി. പൂജാഗിരികൾ മാറ്റിക്കളഞ്ഞു. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ധൂപം കാട്ടിയവരെയും നീക്കിക്കളഞ്ഞു. വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ദൈവഹിതപ്രകാരം ജീവിച്ച രാജ്യത്തെ ആകമാനം ന്യായപ്രമാണത്തിലേക്ക് തിരിച്ച യോശിയാവ് ഫറവോ നെഖോയുമായുള്ള ഏറ്റുമുട്ടലിൽ മാരകമായി മുറിവേറ്റ് മരണമടയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, യോശിയ രാജാവിന് ബാല്യം മുതൽ തന്നെ ദൈവം നൽകിയ ജീവിതം അത് ദൈവഹിതപ്രകാരം ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയായ ന്യായപ്രമാണം അനുസരിക്കുവാൻ ഒരു രാജ്യത്തിലെ ജനങ്ങളോട് മുഴുവൻ ആഹ്വാനം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. ഈ പകൽക്കാലം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് വിധേയപ്പെടുത്താം. ദൈവ ഇഷ്ടപ്രകാരമാണോ ഇന്ന് എൻ്റെ ജീവിതം എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും ഞാനിന്ന് എത്രത്തോളം താല്പര്യപ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യോശിയാവിനെ പോലെ ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ന്യായപ്രമാണം അഥവാ തിരുവചനത്തോട് നീതി പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.